പെരയിലാകെ ഒരു പ്ലാൻ ഒരു ഉച്ചിവിളിയൊന്നുമില്ല. ഏട്ടന്റെ പ്രൊഡക്ട്സ് ഒക്കെ മറുപടി പോയി വണ്ടി എടുത്തുകാണ്ട് നേരെ വിട്ടു ഏട്ടന്റെ ബന്ധുക്കാരെ മുന്നിൽ തന്നെ ഏട്ടന്റെ മൂത്ത പ്രൊഡക്റ്റ് 32 പല്ലും കാട്ടി. ഇപ്പൊ പിന്നെ കണ്ടേക്ക് തന്നെ ഒക്കത്തന്നെ കയറി കുത്തി വിരുന്നേരനായോണ്ട് ഒരു വത്തക്കള്ളൊക്കെ തന്നു. അത് നേരെ കമ്മിറ്റിക്ക് തന്നെ പോയി വത്തക്കള്ള കുടിച്ച് കണ്ട ഒരു പാത്ത് വെച്ചപ്പത്തിന് ഇതാ കിടക്കണു കിണ്ടി. ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു മാനിന്റെ ലുക്ക് ഉണ്ടെങ്കിലും ആളൊരു വെട. ഇത് ബംഗാൾ സിമെന്റ് പണിക്കൊന്ന സോട്ടുബൈ അല്ല. ഇതിന്റെ ഏട്ടന്റെ രണ്ടാമത്തെ കലാവിരുദ്ധം. എല്ലാ ചള്ളും മുള്ളൊക്കെ വണ്ടി കിട്ടുകാണ്ട് നമ്മൾ നേരെ പെരി കൊണ്ടുപോയി നമ്മൾ തന്തപ്പൊടി ഐറ്റാലും കൂട്ടിക്കാണ്ട് പെരുന്നാക്ക് തുണി കുപ്പായ എടുക്കാൻ പോയി. നമ്മൾ നേരെ മുടിയെട്ടാനും പോയി. നമ്മൾ ഇല്ലാത്ത താടിമ കുറച്ചേരാണ് ചെയ്യും. അത് കഴിഞ്ഞ് കണ്ട് ഇപ്പന്റെ പകരം ഡീറ്റാനായിട്ട് വരും. പടച്ചോ കാക്കട്ടെ ബ്രഷ് ഒക്കെ തിരിച്ചു കുടിച്ച് കാണാൻ ചെറുക്കൻ തേക്കണം. ഇതാണ് ഇല്ല ചെപ്പശ്ശേരിയങ്ങാടിയിൽ ഇതുപോലൊരു മാന്യൻ വേറെ അടിപൊളി ക്യാരക്ടറാണ്. ക്യൂട്ട് സ്മൈൽ സിനിമയ്ക്ക് വരെ വിളിച്ചതാണ്. മമ്മൂട്ടിക്ക് കാവിച്ചിട്ട് പോവാനാണ്. അവിടുന്ന് ഇറങ്ങിക്കാണ്ട് ഇന്ന് ഉദ്ഘാടനത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരു തുണിങ്ങുപ്പായാണ്. പുറത്താണെങ്കിൽ നല്ല മഴ. ആ മഴയത്ത് നല്ല കിടിലം പോലത്തെ ഷവർ. മഴയത്ത് ഷവർ വന്നില്ലെങ്കിൽ ഒന്ന് തിന്നോക്കിയാണ് വേറെ തന്നെ വൈ. അത് കഴിഞ്ഞ് നമ്മൾ പുത്തനത്താണിക്ക് ഇനോഗ്രേഷന് പോവാണ്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം വല്ല ദുബായ്ക്കാരന്റെ പോലെ പെരുമാറി. റിസ്വാൻ ഫ്രീ സ്റ്റൈലും ഉണ്ടായി. നമ്മളെല്ലാരും കൂടി കടൻ ഉദ്ഘാടിച്ചു. പിന്നെ അവിടെ അറഞ്ച പുറത്തെ ഫോട്ടോ എടുക്കലായിരുന്നു. ഇത് നമ്മൾ നമ്മുടെ ഷോപ്പിന്റെ പേരാണ് ക്യൂഫി. ഇവിടെ നല്ല കളക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഓഫറുകളും. അവിടെ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഒരു കൂപ്പൺ കൂടുതൽ കളക്ഷൻസ് ഓഫേഴ്സ് അറിയണമെങ്കിൽ ഓരോ പേജിൽ നിന്ന് കയറി ബിൻചാന്റെ പാട്ട് കേട്ട് പരിഗണപ്പുള്ള കരുതായിട്ട് നമ്മൾ അവിടെ പോകും. ഇത് നമ്മൾ ചെങ്ങായി ഇർഷാദാണ്. ഇവിടുത്തെ ആലാമളിൽ എന്തോ വലിയ ആളോ. നമ്മൾ നേരെ അതിന്റെ ഉള്ളത്തെ കഫേ കാണും. എന്തൊക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടാണ് വെച്ച് നമ്മളെ കണ്ടും മുട്ടി കണ്ടെത്തുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കണ്ട് പോലെ VR ഗെയിം കളിച്ചാൽ പോകാം. ബാക്കി നാളെ